കേരള വിഷൻ വള്ളുവനാട് ഡിജിറ്റൽ കേബിൾ നെറ്റ്വർക്കിന്റെ സഹകരണത്തോടെ കേബിൾ ഓപ്പറേറ്റർമാർക്കായി ബിസിനസ് മീറ്റ് നടത്തി. ചെർപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ഇന്റർനെറ്റ് മേഖലയെക്കുറിച്ച് പരിശീലന പരിപാടിയും സംഘടിപ്പിച്ചു. VDCN നേതൃത്വത്തിലാണ് ചെർപ്പുളശ്ശേരിയിൽ കേരള വിഷൻ കേബിൾ ഓപ്പറേറ്റർമാർക്കായി പരിശീലന പരിപാടിയും ബിസിനസ് മീറ്റും സംഘടിപ്പിച്ചത്. ചെർപ്പുളശ്ശേരി ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി കേബിൾ ഓപ്പറേറ്റർമാർ പങ്കെടുത്തു. KCCL ഡയറക്ടർ സുരേഷ് കുമാർ പരിപാടിയെക്കുറിച്ച് വിശദീകരിച്ചു. COA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ സംസാരിച്ചു. കോർപ്പറേറ്റ് കമ്പനികളും കേരള വിഷനും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് പത്മകുമാർ വിഷയാവതരണം നടത്തി. നമുക്ക് സ്വന്തമായിട്ടൊരു OTT കണ്ടന്റ് ഉണ്ടോ? കേരളത്തിന്റെ ഈ പറയുന്ന നമ്മുടെ ഗ്രാമീണ മേഖലകളിലും കേരളത്തിന്റെ സംസ്കാരം അടങ്ങുന്ന കണ്ടന്റുകൾ നമ്മൾ വേൾഡിലുള്ള വലിയ കണ്ടന്റ് പ്രൊവൈഡേഴ്സിനെ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വളരെ കോമ്പറ്റീറ്റീവായിട്ട് നമ്മൾ മാർക്കറ്റിങ്ങും ഈ ചെയ്യുന്ന പ്രവർത്തിക്കെല്ലാം ഓപ്പറേറ്റർമാർക്ക് അതിന് പാർട്ടിസിപ്പേഷനും അവർക്ക് അതിനകത്തൊരു ഷെയർ ഫിക്സ് ചെയ്യുന്ന രീതിയിലാണ് കേരള വിഷൻ പോകുന്നത്. കാര്യം കേരള വിഷന് OTT അഗ്രഗേറ്റർ പ്ലാറ്റ്ഫോമാണ് നിങ്ങൾ പറയുന്നത്. ഏഷ്യാനെറ്റ് അടക്കമുള്ള കമ്പനികൾ കേരള വിഷനിലേക്ക് വരേണ്ടി വരും OTT കണ്ടന്റ് കിട്ടാൻ. നിങ്ങൾ ചിന്തിക്കുക, ഒരു ഓപ്പറേറ്റർ കമ്പനിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇന്നിവിടുത്തെ ഒരു വലിയ മൾട്ടിനാഷണൽ കമ്പനിക്ക് പോലും ചെയ്യാത്ത കാര്യമാണ് കേരള വിഷൻ ചെയ്യുന്നത്. തുടർന്ന് ഇന്റർനെറ്റ് മേഖലയെക്കുറിച്ച് കേബിൾ ഓപ്പറേറ്റർമാർക്കായി കസ്റ്റമർ കെയർ അസിസ്റ്റന്റ് മാനേജർ ഡാനിയേൽ, മലപ്പുറം ഏരിയ എഞ്ചിനീയർ V വിനീത്, സപ്പോർട്ടിംഗ് എഞ്ചിനീയർമാരായ AS നിതിൻ, ഹിഷാം എന്നിവർ ക്ലാസ് എടുത്തു. ഞാൻ കൂടുതൽ സമയം അടുക്കളയിലായിരിക്കും. വീട്ടില് ആളില്ല, വീട്ടിൽ സ്ത്രീകളാണ് കൂടുതലുള്ളത്. അപ്പോൾ അവർ കൂടുതൽ അടുക്കളയിലായിരിക്കും ഉപയോഗിക്കുന്നത്. അപ്പോൾ അടുക്കളയിലേക്കാണ് റേഞ്ച് കൂടുതൽ വേണ്ടത്. ആ സമയത്ത് നമ്മൾ TV-യുടെ അടുത്ത് സിറ്റൗട്ടിന്റെ അടുത്ത് ആ മൂലയ്ക്ക് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ എന്ത് ഉപയോഗിക്കും? അടുക്കളയ്ക്ക് റേഞ്ച് കിട്ടില്ല. കസ്റ്റമർ സ്ഥിരമായിട്ട് പരാതി വിളിച്ച് പറയാം, എനിക്ക് റേഞ്ച് സ്പീഡ് കിട്ടുന്നില്ല. ചിലപ്പോൾ റേഞ്ചിന്റെ കാര്യം മെൻഷൻ ചെയ്തോളുന്നില്ല. ആളെന്ത് പറയും, എനിക്ക് സ്പീഡ് കിട്ടുന്നില്ല, ഞാനൊന്ന് അടുക്കളയിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കറക്റ്റാണ്, എനിക്കൊന്നും കിട്ടുന്നില്ല, അങ്ങനെ പറയാം. ഓക്കെ, അപ്പൊ നിങ്ങൾ കസ്റ്റമർ ചോദിക്കേണ്ടത് നിങ്ങൾ ഏതൊക്കെ ഏരിയയിലാണ് നിങ്ങൾക്ക് വേണ്ടത്. കാരണം നിങ്ങൾ കസ്റ്റമറെ എഡ്യൂക്കേറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ നമ്മൾ ഈ ഫീൽഡ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് അറിയുമായിരിക്കും. പക്ഷെ ഒരിക്കലും കസ്റ്റമേഴ്സിന് ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഓക്കെ, ഈ വൈഫൈയിലുള്ള ലിമിറ്റേഷനോ അല്ലെങ്കിൽ നമ്മുടെ മീഡിയ ഫൈബർ ഇതിപ്പോൾ കസ്റ്റമർക്ക് അറിയേണ്ട ആവശ്യമില്ല. കസ്റ്റമർ മാസം പൈസ തരും, എനിക്ക് നെറ്റ് കിട്ടണം, അല്ലേ? ഡിസ്കണക്ട് ആവാത്ത രീതിയിൽ കിട്ടണം, നല്ല സ്പീഡിൽ കിട്ടണം. നമ്മൾ 50 MB 50 MB ആൾക്ക് കിട്ടണം. നമ്മുടെ ബാക്കി പ്രശ്നങ്ങളൊന്നും കസ്റ്റമർക്ക് അറിയേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മുടെ സൈഡ്, അത് നമ്മൾ പരിഹരിക്കേണ്ട കാര്യങ്ങളാണ്. VDCN MD അനുരാജ് ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു. CCN ചെർപ്പുളശ്ശേരി.